ഒരു കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു എല്ലിങ് കഷ്ണം കിട്ടി. ഇത് മനുഷ്യല്ലാണോ എന്ന് ആളുകൾക്ക് തോന്നി. അവരത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അത് ഒരു ഫോറൻസിക് സർജൻ്റെ മുന്നിലെത്തി. അദ്ദേഹം എല്ലിങ്ങനെ എടുത്തു പിടിച്ചിട്ട് പറഞ്ഞു, ഇതൊരു സ്ത്രീയുടെ എല്ലാണ്. ഈ സ്ത്രീ ഒരു തവണ പ്രസവിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ വെടിയേറ്റാണ് മരിച്ചത്. ഈ സ്ത്രീയുടെ ഒരു കാലിന് വലുപ്പക്കുറവുണ്ട്. 3000 മില്യനാണ് ഇന്നത്തെ ഡോളറാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു മാർക്കറ്റ്. സെക്സ് റീഅസൈൻമെന്റ് സർജറി എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു 37 ആകുമ്പോഴേക്ക് 3.8 ബില്യൺ ഡോളർ വരുന്ന ഒരു മാർക്കറ്റായിട്ട് വികസിപ്പിക്കണം എന്നുള്ളതാണ്. കേരളത്തിലെ പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുൻപ് ഒരു വിവാദം കേരളം നേരിൽ കണ്ടതാണ്. അഥവാ പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മാർഗരേഖ സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്നു. അതിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ഒളി അജണ്ടകൾ ഉൾക്കൊള്ളുന്ന ചില വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു. അത് പൊതുമധ്യത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. ജനകീയ ചർച്ചകൾ അതിൻ്റെ മേൽ നിരവധി സ്ഥലങ്ങളിൽ നടക്കുന്ന സാഹചര്യമുണ്ടായി. വളരെ കൃത്യമായി അശാസ്ത്രീയമായ LGBTQ ആക്ടിവിസം അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉന്നയിക്കുന്നു. അത് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. നിരവധി കോണുകളിൽ നിന്ന് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് ഉന്നയിക്കപ്പെടുന്നു. ആ നിലക്ക് നിരവധി ചർച്ചകൾക്ക് ശേഷവും വിമർശനങ്ങൾക്ക് ശേഷവുമൊക്കെ ഈ യഥാർത്ഥത്തിൽ പാഠപുസ്തകം പുറത്തിറങ്ങിയ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണോ എതിർക്കപ്പെട്ടത് ആ കാര്യങ്ങളെല്ലാം ജനകീയ ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ട, സംശയം ജനിക്കപ്പെട്ട, ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിലേറെ ഇൻറ്റൻസിറ്റിയോടുകൂടി പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് പാഠപുസ്തകം പുറത്തു വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പൊതുവിലുള്ള പശ്ചാത്തലം അല്ലെങ്കിൽ അജണ്ട എന്നത് എന്താണ്? എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്? ഒരു പക്ഷേ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്നായിരിക്കും ജെൻഡർ തിയറിയും വിദ്യാഭ്യാസ വകുപ്പും പാഠപുസ്തകങ്ങളുമൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഈ ചർച്ചകൾ. ഇത് എങ്ങനെ ആളുകളെ സ്വാധീനിക്കുന്നു, എത്ര കണ്ട് ഇത് ആളുകളിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്കതിൽ പേഴ്സണലായൊരു അനുഭവം പറയാൻ പറ്റും. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് ഇപ്പോൾ പുതിയതായി ചർച്ചയ്ക്ക് വെക്കുന്ന വിഷയം നമ്മൾ കാണുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകം 2 വാള്യങ്ങളായിട്ടാണ് പുസ്തകം സ്കൂളുകളിൽ വിതരണം ചെയ്യപ്പെടുന്നത്. 2ാമത്തെ വാള്യം പുസ്തകം കിട്ടിയപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് കാണിച്ചു തന്നു. 9ാം ക്ലാസ്സിലെ ഇത് വായിച്ചിരുന്നോ, ഇതിൽ ഈ സംഗതി ഉണ്ട്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടാകാൻ മാത്രം ആ ചർച്ച ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ, നമ്മുടെ സ്പോട്ട്ലൈറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല പൊതുവിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ടീച്ചേഴ്സ് കോൺഫറൻസിലാണ് പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 29 നടന്ന ഒരുപക്ഷെ ഈ വിഷയം, നിലവിലെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ വിഷയം നമ്മൾ ആദ്യമായി ഉന്നയിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഒരുപക്ഷെ ബാലുശ്ശേരിയിലെ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളിൽ നിന്നാണ് കേരളീയ സമൂഹം ഇതിൻ്റെ ഒരു പൊതുവായ ചർച്ചയിലേക്ക് പോകുന്നത്. അത് പിന്നീട് ഇവിടുത്തെ കരിക്കുലം ഫ്രെയിം ചിട്ടപ്പെടുത്തുന്നിടത്ത് അതിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ ബാലുശ്ശേരി സ്കൂളുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞ ആ വാചകവും അതിലുള്ള ആശയങ്ങളും അതേപോലെ ഈ കരിക്കുലം ഫ്രെയിമിനകത്ത് കൊണ്ടുവന്നു എന്ന് കാണുമ്പോഴാണ് ഇത് പൊതു ചർച്ചയിലേക്ക് വരുന്നത്. പിന്നീടത് വിവാദങ്ങളുണ്ടായി. പിന്നെ സാമൂഹ്യ ചർച്ച എന്ന നിലയ്ക്ക് എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് സ്കൂളുകളിൽ PTA-യും SMC-യും പൊതുജനങ്ങളും എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്തു. കരിക്കുലം ഫ്രെയിമിൽ വന്ന ആ ആശയങ്ങൾക്കെതിരായ ശക്തമായ പ്രതിഷേധമുണ്ടായി. ആളുകളെല്ലാവരും അതിനെതിരെ സംസാരിച്ചു. സ്വാഭാവികമായും ആളുകൾ വിചാരിച്ചത് ഇതിൽ നിന്ന് ഇതെല്ലാം നീക്കം ചെയ്ത്, അന്ന് എനിക്കൊന്ന് നിയമസഭയിലും ആ ചർച്ചയുണ്ടായി. അപ്പോൾ ആളുകളുടെ ആശങ്കകൾക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിലക്കൊക്കെയാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയിൽ പറഞ്ഞത്. അദ്ദേഹം സാമൂഹ്യ നിർമ്മിതിയാണ് എന്നൊരു വാചകം അവിടെ പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയണ്ടായി.
ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും ഈ പാഠപുസ്തകത്തിൽ അകത്തേക്ക് കടന്നുകൂടിയിട്ടുള്ള അപകടകരമായൊരു പരാമർശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് സ്ത്രീയെ സ്ത്രീയായും പുരുഷനെ പുരുഷനായും മനസ്സിലാക്കുക? ജനിക്കുന്ന സമയത്ത് ബയോളജിക്കലി ഒരു സാധാരണ മനുഷ്യന് അവരുടെ ലിംഗം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും അല്ലാത്തതാണെങ്കിലും മനസ്സിലാവും. അതെ, മനസ്സിലാവും. അതെ, പിന്നെ ഇവരുടെ ഓരോ പിന്നെ പോയിന്റിലും സ്ത്രീയും പുരുഷനും വ്യത്യസ്തമാണ്. ഇപ്പോൾ പൊതുവിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു സംഭവമുണ്ട്. ബി ഉമാദത്തൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഫോറൻസിക് സർജനാണ്. അദ്ദേഹം റിട്ടയർ ചെയ്ത് എടുത്ത് അദ്ദേഹം മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോറൻസിക് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം ഈ ഫോറൻസിക് സർജറി ഈ ഇപ്പോൾ പറയുന്ന ഏരിയയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ ദീർഘിച്ചു പോകുന്നറിയില്ല. അദ്ദേഹം യൂറോപ്പിൽ ഏതോ രാജ്യത്ത് നടന്നൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു എല്ലിങ് കഷ്ണം കിട്ടി. അപ്പോൾ ഇത് മനുഷ്യല്ലാണോ എന്ന് ആളുകൾക്ക് തോന്നി. അവരത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഒരു ചെറിയ എല്ലിൻ്റെ പീസാണ്. അത് ഒരു ഫോറൻസിക് സർജൻ്റെ മുന്നിലെത്തി. അദ്ദേഹം എല്ലിങ്ങനെ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇതൊരു സ്ത്രീയുടെ എല്ലാണ്. ഈ സ്ത്രീ ഒരു തവണ പ്രസവിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ വെടിയേറ്റാണ് മരിച്ചത്. ഈ സ്ത്രീയുടെ ഒരു കാലിന് വലുപ്പക്കുറവുണ്ട്. അത് അദ്ദേഹം അതിങ്ങനെ വിശദീകരിച്ചു. ഇതിൽ ഒരു വെടിയുണ്ട പോയ അടയാളം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വെടിയേറ്റാണ് മരിച്ചെന്ന് പറഞ്ഞത്. ഈ എല്ലുകൾക്ക് ചില വിള്ളലുകളുണ്ട്. പ്രസവിക്കുമ്പോൾ എടുപ്പല്ലാണത്. ഒരു സ്ത്രീകൾക്ക് അതിനൊരു വിള്ളൽ പോലെ വരും. അതുകൊണ്ടാണ് ഇത് സ്ത്രീയുടെയാണെന്ന് പറഞ്ഞത്. സാധാരണ എടുപ്പല്ലിനേക്കാൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് തേയ്മാനമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കൊരു കാലിന് കുറവുണ്ട്, വലുപ്പം ഇങ്ങനെ അതിങ്ങനെ വിശേഷിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ചെറിയ എല്ലിൻ്റെ പീസ് കിട്ടിയാൽ ഇതാണിൻ്റേതാണോ പെണ്ണിൻ്റേതാണോ എന്ന് പറയാൻ പറ്റും. പല്ലിൻ്റെ വേരുകൾക്ക് പുരുഷൻ്റെയും സ്ത്രീയുടെയും അളവിൽ വ്യത്യാസം ഉണ്ടാകുന്ന അറിയാം. ഒരു പല്ല് കിട്ടിയാൽ മതി. അതാണ് അത്രമേൽ ഡിഫറൻ്റാണ് സ്ത്രീയും പുരുഷനും. നമ്മൾ ബയോളജിക്കലി അത്രമേൽ ഡിഫറൻ്റാണ്. എന്നാൽ പുതിയ ഒരാശയം കൊണ്ടുവരുന്നത് അത് സെക്സാണ്, ആണ് പെണ്ണ് എന്ന നിലക്ക്. എന്നാൽ ജെൻഡർ എന്നത് വേറെയാണ്. അത് ജന്മന ഉണ്ടാകുന്നതല്ല. അത് ഒരു സാമൂഹിക നിർമ്മിതിയാണ്, ആർജിത. ഈ ഒരാശയമാണ് പുതിയതായി ഉണ്ടായി വരുന്ന ജെൻഡർ തിയറിയിലൂടെ അവതരിപ്പിക്കുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് അത്ര വലിയ അപകടമുള്ളതാണോ എന്നും തോന്നിപ്പോവും. പക്ഷേ യഥാർത്ഥത്തിൽ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ മനുഷ്യർ ജീവിക്കുന്നു, ആണും പെണ്ണുമായി ജീവിക്കുന്നു. ഇങ്ങനത്തെ ഒരു ചിന്താഗതിയോ രീതിയോ വ്യാപകമായി നമ്മളെവിടെയും കേട്ടിട്ടില്ല. ചില ആളുകളുടെ പെരുമാറ്റത്തിൽ സ്ത്രൈണത തോന്നും. പുരുഷന്മാരുടെ ചില സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ ഒരു പൗരുഷം ഉള്ളതുപോലെ നമുക്ക് തോന്നുമെങ്കിൽ അവരൊക്കെ പുരുഷന്മാരായും പുരുഷനായും സ്ത്രീയായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അവർ വിവാഹിതരായിട്ടുണ്ട്, അവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്, അവർ സുഖമായി ഇവിടെ കുടുംബജീവിതം നയിച്ചു പോയിട്ടുണ്ട്. ഈ പുതിയ ആശയം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ലോകത്ത് പല ഭാഗങ്ങളിലും പരീക്ഷിക്കപ്പെട്ട സംഗതിയാണ്. ഈ ജെൻഡർ എന്നുള്ളത് ഇടയ്ക്ക് ആർജിച്ചെടുക്കുന്ന ഒരു പദവിയാണ് എന്നൊരു സംഗതി. അഥവാ പുരുഷന്മാരുടെ കുറച്ചു കാലം ജീവിക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ്, ഞാൻ പുരുഷനല്ല, ഞാൻ സ്ത്രീയാണ്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്. ആളുകളുടെ വിചാരം ഇവർക്ക് ഫിസിക്കലി എന്തോ ചില വ്യത്യാസങ്ങളുണ്ട് എന്നാണ്. അല്ല, പൂർണ്ണമായും പുരുഷനായി ജനിച്ച ഒരാൾ ഒരു ഘട്ടത്തിൽ ഞാൻ സ്ത്രീയാണോ എന്ന് തോന്നുന്നു. ഞാൻ ആ തോന്നുന്ന ആ അവസ്ഥയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അത് അവർക്ക് മനസ്സിൽ തോന്നുന്നതാണ്. പക്ഷേ അതിന് വേറെ പരിഹാരങ്ങൾ കണ്ടെത്തപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പോൾ അമൃതയിലെ ഒരു ഡോക്ടർ കൺവേർഷൻ തെറാപ്പി നടത്തിയിട്ട് അതൊക്കെ വിവാദമായി. നമ്മളതിലേക്ക് പോകുന്നില്ല, അങ്ങനെയുള്ള സമയമില്ലല്ലോ. നമ്മൾ വെച്ചാൽ ഒരു സമയത്ത് ഞാൻ പുരുഷനല്ല ഞാൻ സ്ത്രീയാണ് എന്നിട്ട് അതിനു വേണ്ടി വളരെ അപകടകരമായ പ്രത്യാഘാതങ്ങളുള്ള ഹോർമോൺ തെറാപ്പി എടുക്കുന്നു, മെഡിസിൻ എടുക്കുന്നു. ചില ആളുകൾ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറികളിലേക്ക് പോകുന്നു. കേരളത്തിൽ 5-6 ആളുകൾ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി നടത്തിയവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രം എനിക്ക് മിനിമം 5 പേരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തിരിച്ചും സ്ത്രീക്ക് തോന്നുകയാണ് ഞാൻ പുരുഷനാണെന്ന്. അതുകൊണ്ട് അവർ പുരുഷൻ്റെ രൂപമാകാൻ വേണ്ടി ഈ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി അതൊന്നും നടക്കില്ല. ഇവർക്ക് കാണുമ്പോൾ തൃപ്തി തോന്നുന്ന ചെറിയൊരു ഇത് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇനി സ്ത്രീ പുരുഷനും പുരുഷൻ ആകുന്നതും മാത്രമല്ല, മറിച്ച് ഒരിക്കൽ പുരുഷനായവന് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സ്ത്രീയാണ് തോന്നുന്നത്, അയാൾക്ക് വീണ്ടും പുരുഷനായി തോന്നാം. ഇതൊരു ഫ്ലൂയിഡാണെന്നാണ് പറയുന്നത്. ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്.
ഇനി മനുഷ്യനല്ലാതെ തന്നെ ആകാം. ഇപ്പോൾ ഞാൻ ഏലിയനാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ചെവി ഇങ്ങനെ നീട്ടി ഇവിടെ പിളർത്തി മൂക്ക് മുറിച്ചു മാറ്റി തലയിൽ മുഴയുണ്ടാക്കി പ്ലാസ്റ്റിക് ഞാൻ ഏലിയനാണ്. ഞാൻ പട്ടിയാണ് എന്ന് പറഞ്ഞ് പട്ടിയുടെ പ്രച്ഛന്ന വേഷമണിഞ്ഞ് നായ്ക്കളുടെ പ്രച്ഛന്ന വേഷമണിഞ്ഞ് കുരച്ച് കൂടിൽ കടന്ന് യജമാനൻ്റെ കഴുത്തിൽ കയറ് കെട്ടി യജമാനൻ്റെ കയ്യിൽ അതിൻ്റെ അറ്റം കൊടുത്ത് ജീവിക്കുന്ന 10,000 ആളുകൾ ബ്രിട്ടനിലുണ്ട് ഞാൻ കുറച്ച് മുമ്പ് വായിച്ചേ. 10,000 ആളുകൾ. ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് ഇത് അറിയുമായിരുന്നില്ല. ഇനി നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഞാൻ ആ പാഠപുസ്തകത്തിൻ്റെ ഒരു വാചകം വായിക്കാം. ലിംഗപദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല. ഒരിക്കലും ഒരു മനുഷ്യൻ എല്ലാ കാലത്തും ആണാകണമെന്നില്ല. പെണ്ണാകാം, വീണ്ടും ആണാകാം, പെണ്ണെ വേറെന്തെങ്കിലും ആകാമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതുവരെ പുരുഷനായി ജനിച്ച് ആൺകുട്ടിയായി ജനിച്ച് പുരുഷനായി ജീവിച്ചു പോകുന്ന തലമുറകളെയാണ് നമ്മൾ കണ്ടത്. പെൺകുട്ടികൾ അങ്ങനെ വളർന്നു വന്ന് സ്ത്രീകളായി ജീവിച്ച തലമുറകളെയാണ് നമ്മൾ കണ്ടുവന്നത്. ഇനി ഈ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടിയുടെ ഉള്ളിലേക്കൊരു സംശയം ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ശരിക്കും പെണ്ണെന്നെയാണോ? ഞാൻ ശരിക്കും ആണെന്നെയാണോ? അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലുമൊക്കെ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ പോയി. അതെന്താണ്? ഇത്തരം ആശയങ്ങൾ നിരന്തരമായി കേട്ട് സ്വന്തം ജെൻഡറിൽ സംശയം തോന്നുന്നു. അതൊരു തരം മാനസിക പ്രശ്നമായി, ഒരു തരം മെൻ്റൽ ഡിസോർഡറായി കുട്ടികളിൽ പ്രവർത്തിക്കുന്നൊരവസ്ഥയിലേക്ക് അവർ മാറി. പൂർണ്ണമായും ഒരു മാനസികമായ പ്രയാസമില്ലാത്തൊരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു തെറ്റായ, ഇനി ഇതിൽ ഇങ്ങനെ പറയുന്നതിൽ ഇങ്ങനെ ഒരു ആശയം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സ്കൂളിലാണല്ലോ ശാസ്ത്രാവബോധം, സയൻറ്റിഫിക് ടെമ്പർ, ക്രിറ്റിക്കൽ തിങ്കിങ്, റീസണബിൾ തിങ്കിങ്, പലജാതി യുക്തിയും പലജാതി ശാസ്ത്രമൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അതൊക്കെയാണല്ലോ വേണ്ടത് പാഠപുസ്തകത്തിനകത്ത്. ഈ പറയുന്ന ജെൻഡർ തിയറിയുടെ പിന്നിലെ സയൻസ് എന്താണ്? ഗവേഷണം എവിടെയാണ് നടന്നത്? ആര് കണ്ടെത്തിയ? ഒന്നുമില്ല. ഇതൊരു തരം സ്യൂഡോ സയൻസ് പോലത്തെ ഒരു സാധനമാണ്. ഒരിക്കലും സയൻറ്റിഫിക് അല്ലാത്ത, ആ നിലക്കുള്ള ഗവേഷണങ്ങളോ പഠനങ്ങളോ നടന്നിട്ടില്ലാത്ത, ആക്ടിവിസത്തിൻ്റെ പേരിൽ ലോകത്തെ എല്ലാ ഭരണകർത്താക്കളെയും സ്വാധീനിച്ച, എല്ലാ നിയമ സംവിധാനങ്ങൾക്കകത്തും സ്വാധീനം ചെലുത്തിയ ഒരു തരം ആക്ടിവിസം നമ്മുടെ രാജ്യത്ത് സ്ഥാനം പിടിക്കുകയും അത് പാഠപുസ്തകങ്ങളിലേക്ക് എത്തുകയും ഇനി നമ്മുടെ കുട്ടികളും ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ജെൻഡർ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത്. ഇത് പരീക്ഷിക്കപ്പെട്ട് നടന്നുപോയ രാജ്യങ്ങളിലെല്ലാം ഇതിൻ്റെ ഈ നിലക്കുള്ള വലിയ പ്രത്യാഘാതങ്ങൾ അവിടുത്തെ നിലവിലെ തലമുറകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമായ ഓൾ പ്രൊമോഷൻ വേണ്ട, മിനിമം മാർക്ക് വേണം എന്നത് ഒരു 10, 15, 20 കൊല്ലം അതൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം, ഒരുപാട് തലമുറകൾ അതിൻ്റെ പ്രയാസം അനുഭവിച്ചതിന് ശേഷം നമ്മൾ തിരുത്തുന്നത് പോലെ ഒരു 10, 15 കൊല്ലം കഴിഞ്ഞ് ഇവിടുത്തെ ആളുകളുടെ ആ മെൻ്റൽ ഹെൽത്തൊക്കെ പരാജയപ്പെട്ട് ആളുകളിങ്ങനെ പ്രയാസപ്പെടുമ്പോൾ വീണ്ടും ഒരു തിരുത്തിലേക്ക് പതുക്കെ എന്ത് ചെയ്യും? തിരിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ അതിനു മുമ്പേ ഇതിൽ വേണ്ടപ്പെട്ട ആളുകൾ ഇടപെടുകയും തിരുത്തുകയുമാണ് വേണ്ടത്. വളരെ വിഷമകരമായൊരു സംഗതി എനിക്ക് തോന്നിയത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരുടെയും ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ആളുകൾ അതിനെ വേണ്ടത്ര ഏറ്റെടുക്കുന്നില്ല എന്ന ഒരു പ്രയാസകരമായ അവസ്ഥയുണ്ട്. തീർച്ചയായും. ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് വരുമ്പോൾ, ഇത് നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ, ഇത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു? മറ്റെന്തെങ്കിലും അജണ്ടകൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നതാണ്. എന്താണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? DPEP അവസാനം പറഞ്ഞു വെച്ചങ്ങനെയാണല്ലോ. DPEP ഇവിടെ നടപ്പാക്കുന്ന സമയത്ത് അത് വലിയൊരു ഇടതുപക്ഷ പുരോഗമന ആശയം പോലെയാണ് ഇവിടെ കൊണ്ടുവന്ന് നടപ്പാക്കിയത്. പിന്നീട് ഇതിന് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോലും ആദ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. എന്തിനേറെ കോടതിയിൽ കയറാൻ ശ്രമിച്ചു. പക്ഷേ കോടതിയിൽ കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒടുവിൽ ഇത് സമ്മതിച്ചു. പക്ഷെ അപ്പോൾ ഈ അടുത്ത കാലത്ത് പരിഷത്തിൻ്റെ ആളുകൾ ഇതിന് നൽകിയൊരു ന്യായീകരണമുണ്ട്. ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആഗോളതലത്തിൽ വികസിപ്പിച്ചെടുത്തായതുകൊണ്ടോ UN കൊണ്ടുവന്നതുകൊണ്ടോ ഇത് തെറ്റാകുമോ എന്നുള്ളതാണ്.
നമുക്കിതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇത് ഒരാഗോള അജണ്ടയുടെ ഭാഗമാണ്. ലിബറൽ എക്കോണമിയുടെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം മേഖലകളിലാണോ അവർക്ക് വരുമാനമുണ്ടാക്കാൻ പറ്റുക, അതിനുവേണ്ടി അവർ ഓരോരോ മേഖലകളെ വികസിപ്പിച്ചെടുക്കും. അതിന് ആരിരകളാകുന്നതിനും പ്രശ്നമില്ല. ആ ഒരു പ്രമോഷൻ ആക്ടിവിറ്റിയിൽ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം നിൽക്കാൻ ആരൊക്കെ തയ്യാറുണ്ടോ അവരൊക്കെ അവർ നിർത്തുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മൾ നേരത്തെ വിശ്വസിച്ചിരുന്നത് ഈ ഇടതുപക്ഷം ഇത്തരത്തിലുള്ള ഒരാഗോള പ്രക്രിയയിലൊന്നും ഭാഗമാക്കാകുകയില്ല എന്നായിരുന്നു. എന്തായാലും ഇവിടെ ഇതിൻ്റെ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, ഒന്നിലധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എനിക്കുണ്ടാകും. എന്തായാലും പൊളാരിസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് വിങ്ങിൻ്റെ അവരുടെ പഠനങ്ങൾ പറയുന്നത് വെച്ചാൽ 3000 മില്യണാണ് ഇന്നത്തെ ഡോളറാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു മാർക്കറ്റ്. അതായത് ഈ പറയുന്ന സെക്സ് ജെൻഡർ അഫമേഷൻ സർജറി അല്ലെങ്കിൽ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറയുന്ന ഇത് ഒരു 37 ആകുമ്പോഴേക്ക് $3.8 ബില്യൺ വരുന്ന ഒരു മാർക്കറ്റായിട്ട് വികസിപ്പിക്കണം എന്നുള്ളതാണ്. ആലോചിക്കണം എത്ര വലിയൊരു ചേഞ്ചാണ് ആഗ്രഹിക്കുന്നത്. 12% വളർച്ചാ നിരക്കാണ് അതിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ശക്തമാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ നിലവിൽ ഇത് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ളത് നോർത്ത് അമേരിക്കയിലാണ്. വെച്ചാൽ അതിൽ തന്നെ അമേരിക്കയിലും കാനഡയിലുമാണ് ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത്. ഇനി ഈ സ്റ്റഡി തന്നെ പറഞ്ഞു വെച്ചാൽ ഏഷ്യ ആൻഡ് പസഫിക് വിറ്റ്നസ് ഫാസ്റ്റസ്റ്റ് മാർക്കറ്റ് ഡ്യൂറിങ് ദ ഫോർകാസ്റ്റ് പീരിയഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഫോർകാസ്റ്റ് 24-37 എന്നുള്ളതാണ്. അത് വരുന്ന ഈ ഒരു 10-13 വർഷമായ ഈ ഫോർകാസ്റ്റ് പീരിയഡിൽ ഏറ്റവും കൂടുതൽ ഇത് വളർച്ച പ്രാപിക്കുമെന്ന് കരുതപ്പെടുന്ന എവിടെയാണ്? ഏഷ്യ പസഫിക്കാണ്. ഏഷ്യ പസഫിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലാണ്. എന്നിട്ട് ആ റിപ്പോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കൺട്രീസ് സച്ച് ആസ് തായ്ലൻഡ് ആൻഡ് ഇന്ത്യ have emerged as prominent destination for gender affirmative procedure. തായ്ലൻഡും ഇന്ത്യയും പോലുള്ള ഈ രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ളൊരു ഈ ജെൻഡർ അഫർമേറ്റീവ് പ്രൊസീജിയറിൻ്റെ കാര്യത്തിൽ ഇനി ഭാവിയിൽ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻസ് ആകാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് വർക്ക് ചെയ്യപ്പെടുന്നൊരു സാധനം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അതാദ്യം ചെയ്തത് ഇതിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ ചേഞ്ച് ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പോളിസികൾ ചേഞ്ച് ചെയ്തു. അപ്പോഴും ചില ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, കോടതി ഇടപെട്ട പ്രശ്നമാണ്. അപ്പോൾ ലീഗൽ ഫ്രെയിം വർക്ക് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ലീഗൽ ഫ്രെയിം വർക്ക് ചേഞ്ച് ചെയ്തു. അതിനുശേഷം 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ആശയങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഒരു കോർട്ട് ഓർഡർ കൊടുത്തിട്ടാണ് പറഞ്ഞത്. അതതിനാണ് ഇതിന് കോടതിയുടെ അംഗീകാരമുണ്ട്, നിയമപരമായ അംഗീകാരമുണ്ടെന്ന് ചെയ്യാണ്. പിന്നെ അവരെന്ത് ചെയ്യും? ഇതിനു വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടത്തി, അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇത് സ്വാഭാവികമായും സർജറി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകാവുന്നൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്, വളരെ ബെനിഫിഷ്യലാണ്, കൂടുതൽ ഉദാത്തമായ ലൈംഗിക ആസ്വാദനത്തിന് സഹായിക്കുന്നതാണ് എന്ന രൂപത്തിലൊക്കെയുള്ള ഒരു ഇത് അവരെ തന്നെ വെച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുക. ആ കമ്മ്യൂണിറ്റി വെച്ചുകൊണ്ട് അവരൊരു വലിയ ഹാപ്പി ആയൊരു കമ്മ്യൂണിറ്റിയാണെന്ന്, സന്തോഷമുള്ളൊരു കമ്മ്യൂണിറ്റിയാണെന്ന് അവരെ വെച്ചുകൊണ്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യുക. മാത്രമല്ല ഇതിന് വേണ്ട എയ്ഡുകൾ സർക്കാരിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമുക്കറിയാം, അപ്പം അത് ഇവിടെ പുറത്തു വന്നിരുന്നു. ഇതുപോലെ ഇൻഷുറൻസ് സ്കീമുകൾ ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ഈ പല രീതിയിലും ഗവൺമെൻറ്റിനെയും മറ്റ് NGOസിനെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ റാമ്പൻ്റായിട്ടുള്ള ഒരു തരം പ്രൊമോഷൻ പീരിയഡിലൂടെ കടന്നുപോയി. അങ്ങനെ അമേരിക്കയിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു. മാത്രമല്ല ഈ റിപ്പോർട്ട് പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ അമേരിക്കയിലെ യങ്സ്റ്റേഴ്സിനിടയിൽ, യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെടുക. ഇന്നത്തെ അവിടുത്തെ അവസ്ഥ പറയുന്നത് വെച്ചാൽ ആൺകുട്ടികൾ 7 വയസ്സാകുമ്പോഴേക്കും, പെൺകുട്ടികൾ 6.2 വയസ്സാകുമ്പോഴേക്കും, അത് ഇങ്ങനെ വരുന്ന ഈ പറയുന്ന ഇത് വരുന്ന കുട്ടികളിൽ ആ പ്രായമാകുമ്പോഴേക്ക് ഈ ഡിസ്ഫോറിയ വരുന്നുണ്ടെന്നാണ്. അതാണ് ഒരു വലിയ വിജയമായിട്ട് അവർ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ സമാനമായ ഒരു അവസ്ഥ
കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ ഒരു കാണാൻ പറ്റുന്ന കാര്യം മെയിൽ ടു ഫീമെയിൽ ആണിതിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. എന്തായാലും നമ്മളൊരു കാര്യം എന്ത് ചെയ്യണം, ഇപ്പോൾ അമേരിക്ക പോലും ഈ വിഷയത്തിൽ ഒരു റീതിങ്കിങ്ങിന് തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് കൃത്യമായിട്ടും തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഇത്തരത്തിൽ ചെറിയ കുട്ടികൾ ഇതിന് പ്രേരിപ്പിക്കുകയോ അതിനു വേണ്ടിയിട്ട് അവരെ വശംവദരാക്കുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ വരെ സ്വീകരിക്കും. ഇപ്പോൾ എലോൺ മാസ്ക് പോലും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മകനെ ഈ നിലയ്ക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. നമ്മൾ വേറൊന്നുണ്ട്, ഇതേ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ഈ ഒരു മാർക്കറ്റ് മാത്രമല്ല വികസിക്കുക, ഒപ്പം തന്നെ കോസ്മെറ്റിക് മാർക്കറ്റിന് സമാനമായൊരു ഭൂമി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. നമ്മൾ വെറുതെ ഒന്ന് നോക്കി നോക്കുക, ഏതെങ്കിലും ഒരു ഈ രീതിയിൽ മേക്കപ്പ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറും കാണാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ ഒരു ബൈനറി ആയ ഭാഗമാണിത്. എന്തായാലും നമ്മൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, രക്തസാക്ഷികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. കേരളത്തിലെ പൊതുസമൂഹം, ഈ മാതാപിതാക്കളും ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്ന വിദ്യാർത്ഥികളടക്കമുള്ള സമൂഹവും ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഈ രക്തസാക്ഷികളുടെ ഒരു ദീർഘമായിട്ടുള്ള നിര കേരളത്തിൽ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. വെറും ഇരകൾ മാത്രമല്ല, ഇതിൻ്റെ സർജറിക്ക് വിധേയമായി മാരകമായ വേദന അനുഭവിച്ച് മരണം വരിക്കേണ്ടി വരുന്ന രക്തസാക്ഷികളുടെ ഒരു നീണ്ട നിര കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. ആ രക്തസാക്ഷികളൊക്കെ വെച്ച് വേണമെങ്കിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കാം, പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് സുഖിച്ച് സന്തോഷിച്ച് വേണമെങ്കിൽ ഈ ഒരു സർക്കാരിന് ഭാവിയിൽ വേണമെങ്കിൽ ജീവിക്കാമെന്നതിനാണ് വളരെ രൂക്ഷമായ വികാരഭരിതമായ ഭാഷയിൽ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് കേരളത്തെ കുരുതിക്ക് കൊടുക്കുന്ന ഒരു തീരുമാനമാണ്.